ആഘോഷ പ്രഖ്യാപനം നടന്നു. 1.5 കോടി ചെലവിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപന ആഘോഷം. അതിനുള്ള പണം കണ്ടെത്തിയത് അതിദരിദ്രർക്കായി നീക്കിവെച്ച ഫണ്ടിൽ നിന്ന്. അതിദരിദ്രർക്ക് ഷെൽട്ടർ നിർമ്മാണത്തിനുള്ള 52.5 കോടിയിൽ നിന്നാണ് ഫണ്ട് വകമാറ്റി 1.5 കോടിയെടുത്ത് പ്രഖ്യാപനത്തിനായി പൊടിച്ചത്. ഇതിനിടയിലും അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നതിനർത്ഥം ദാരിദ്ര്യമേ ഇല്ലാതാക്കി എന്നല്ല എന്ന് മന്ത്രിയും പാർട്ടിയും സൈബർ സഖാക്കളുമെല്ലാം മുൻകൂർ ജാമ്യമെടുക്കുന്നുണ്ട്. 64,000-ലേറെ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് സർക്കാർ എവിടെ വരെ എത്തിച്ചു? അവരിപ്പോഴും ദരിദ്രരാണോ, അതോ ദരിദ്രാവസ്ഥയിൽ നിന്നുകൂടി അവരെ രക്ഷിക്കാനായോ? അവരിപ്പോഴും ദരിദ്രരാണെങ്കിൽ നമ്മുടെ ആഘോഷത്തിന്റെ അർത്ഥമെന്താണ്? അതിദരിദ്രരായ മനുഷ്യർ ഗതികേടിൽ നിന്ന് ഒരൽപ്പം ഉയർന്ന് ദാരിദ്ര്യത്തിലേക്ക് എത്തിയതാണ് നമ്മൾ ഈ മട്ടിൽ ആഘോഷിക്കുന്നതെങ്കിൽ അത് അനൗചിത്യമല്ലേ? ഈ പ്രഖ്യാപനങ്ങളുടെ മാനദണ്ഡങ്ങൾ എന്താണ്? നടപ്പാക്കിയ രീതി എന്താണ്? വസ്തുതകളും അടിസ്ഥാനവും എന്താണ് എന്ന് സാമൂഹ്യ പ്രവർത്തകർ ചോദിക്കുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നം? ചോദ്യങ്ങളിൽ അസ്വസ്ഥരാകുന്ന ഭരണകൂട രാഷ്ട്രീയത്തിൽ എവിടെയാണ് ജനാധിപത്യം? അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു എന്ന പ്രഖ്യാപനം വരുമ്പോഴേ സർക്കാരും സർക്കാർ ആരാധകരും ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. ഇനി കേരളത്തിലെ ഏതെങ്കിലും അതിദരിദ്രരെ അന്വേഷിച്ച് കണ്ടെത്തി മാധ്യമങ്ങൾ അതും കൊണ്ടുവരും. ഈ പ്രഖ്യാപനത്തിന്റെ ശോഭ കെടുത്താൻ മാധ്യമങ്ങളും വിമർശകരും അതിദരിദ്രരെ ചൂണ്ടിക്കാണിക്കും. യാഥാർത്ഥ്യം അറിയാവുന്നതുകൊണ്ടുള്ള ആശങ്കയായി തന്നെ ഇതിനെ കാണാനാകൂ. കാരണം മാധ്യമങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ അതിദാരിദ്ര്യ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്ത അതിദരിദ്രരെ ചൂണ്ടിക്കാണിച്ചു തുടങ്ങി. അതിദരിദ്രരില്ലാത്ത പുതുയുഗ പിറവി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അതേ ദിവസം മനോരമ ന്യൂസ് സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത കാണാം. എടത്വ തലവടിയിൽ ഒറ്റമുറിയിൽ ജീവിതം തള്ളി നീക്കുന്ന വിധവയായ മണിയമ്മയും കിടപ്പിലായ മകനും ജീവിക്കുന്നതെങ്ങനെയെന്ന് കേരളം കാണണം. ഭർത്താവ് മരിച്ച മണിയമ്മയുടെ ഏക ആശ്രയം മകൻ കണ്ണനായിരുന്നു. അബുദാബിയിൽ മകന് ജോലി ലഭിച്ചതോടെ കഷ്ടപ്പാടുകൾക്ക് അറുതി വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. ചോർന്നൊലിക്കുന്ന വീട്ടിൽ അറ്റകുറ്റപ്പണി നടത്താൻ ലീവെടുത്തെത്തിയ കണ്ണന്റെ സ്വപ്നങ്ങൾ പക്ഷേ വാഹനാപകടം തകർത്തുകളഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് കോയിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് വേറെ ഒരു വണ്ടി വന്നിടിച്ച് കുഞ്ഞിനെ താഴെയിട്ട് കുഞ്ഞ് ആ വണ്ടിയുടെ അടിയിലായിപ്പോയി. വലിയ ഓർമ്മശക്തിയൊക്കെ കുറവാണ്. പിന്നെ നടക്കുമ്പോഴത്തേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, ബാലൻസ് ഒക്കെ കിട്ടുന്നില്ല. പൂർത്തിയാകാത്ത വീട് കാറ്റിലും മഴയിലും തകർന്നു വീണു. താൽക്കാലികമായി വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും അതും ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്നു. ഷീറ്റ് വളച്ചുകെട്ടിയ ഒറ്റ മുറിയിലാണ് ഇരുവരുടെയും ജീവിതം. മാസം കിട്ടുന്ന റേഷനരിയിൽ ഇതുവരെ വിശപ്പകറ്റിയെങ്കിലും രോഗം മൂർച്ഛിച്ചതോടെ പാചകം ചെയ്യാൻ പോലും മണിയമ്മയ്ക്ക് കഴിയുന്നില്ല. അവര് പഞ്ചായത്തിൽ നിന്ന് വരെ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അന്നേരത്തെ ഒരു ഇതേ ഉള്ളായിരുന്നു. പിന്നെ തൊഴിലുറപ്പിന് പോകും. തൊഴിലുറപ്പാണെങ്കിലും വലുതായിട്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഇല്ല, കിട്ടുന്നില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ വല്ലപ്പോഴും വരുമ്പോഴത്തേക്ക് 10,000 അല്ലെ 500 തന്നാൽ ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കുക എന്നല്ലാതെ കണ്ട് ഒരു തരത്തിലും ഒരു 10 പൈസ ഫണ്ട് ഞങ്ങളുടെ കയ്യിലില്ല. പുകയൊന്നും പറ്റത്തില്ല. അടുത്ത എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കടു പൊട്ടിച്ചാൽ തന്നെ നമുക്ക് ഒരു വലിയ ബുദ്ധിമുട്ട്. നമ്മൾ ആരോടും പറയുന്നില്ല. ഇതുപോലെ ദയനീയാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പല മാധ്യമങ്ങളും ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സർക്കാർ ആഘോഷത്തിന്റെ ശോഭ കെടുത്താനാണെന്ന് CPM-ഉം സർക്കാരും ആരോപിക്കുമായിരിക്കും. സാങ്കേതിക വാദങ്ങളും ന്യായീകരണങ്ങളും നിരത്തുമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം എങ്ങനെ യാഥാർത്ഥ്യമല്ലാതാകും? ദൈന്യതയിൽ പെട്ടുപോയ മനുഷ്യരോട് ഞങ്ങളുടെ മാനദണ്ഡപ്രകാരം നിങ്ങൾ അതിദരിദ്രരല്ല എന്ന് പറയാനാകുമോ? വിവരശേഖരണ പ്രക്രിയ നടത്തിയത് തദ്ദേശ സ്ഥാപന തലത്തിൽ 1,18,309 കുടുംബങ്ങളുടേതാണ് ആദ്യം കണ്ടെത്തിയത്. 1,18,309 കുടുംബങ്ങൾ. പിന്നെ വിദഗ്ധരടങ്ങിയിട്ടുള്ള ഫോക്കസ് ഗ്രൂപ്പുകളുടെ ചർച്ച 58,964 ഫോക്കസ് ഗ്രൂപ്പുകൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. തുടർന്ന് വാർഡ് സമിതികൾ, ഓരോ വാർഡ് തലത്തിലും സമിതി ഉണ്ടാക്കിയിരുന്നു. വാർഡ് സമിതികളുടെ ശുപാർശയിലൂടെ ഈ 1,18,309 എന്നത് 87,158 കുടുംബങ്ങളായി. ഈ 87,158 കുടുംബങ്ങളെ മൊബൈൽ ആപ്പ് വഴി അവരുടെ വിവരങ്ങൾ ശേഖരിച്ചു. അതിൽ 20% സൂപ്പർ ചെക്കിന് വിധേയമാക്കി.
അങ്ങനെ 73,747 പേരുടെ ഒരു മുൻഗണനാ പട്ടിക തയ്യാറാക്കി. ഈ മുൻഗണനാ പട്ടിക ഗ്രാമസഭകളിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്നാണ് 64,006 കുടുംബങ്ങളെ ഗുണഭോക്താക്കളായിട്ട് കണ്ടെത്തിയത്. ഇത്രയും സൂക്ഷ്മമായ, ഇത്രയും വിപുലമായ പങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായൊരു പ്രക്രിയയിലൂടെ കണ്ടെത്തിയ ഗുണഭോക്താക്കളാണ്. അപ്പോൾ മണിയമ്മയും മകനും അതിദരിദ്രരാണോ ദരിദ്രരാണോ? ഇവരേത് കാറ്റഗറിയിലാണ് ഉൾപ്പെടേണ്ടത്? ഇത്തരം ദയനീയാവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യരോട് ഞങ്ങൾ കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് ആര് പറയും? പ്രഖ്യാപനങ്ങളിലും പദ്ധതികളിലും കുഴപ്പമില്ല. ദാരിദ്ര്യം എന്ന ദാരുണാവസ്ഥയെ അഭിമുഖീകരിക്കാൻ തയ്യാറായിക്കൊണ്ടാണല്ലോ സർക്കാർ അത് ചെയ്യുന്നത്. അത് ചെറിയ കാര്യമല്ല. പക്ഷേ മാനുഷികാവസ്ഥകൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ പ്രഖ്യാപനങ്ങളും പ്രചാരണങ്ങളും ആഘോഷങ്ങളുമാകുമ്പോൾ സ്വാഭാവികമായും ചോദ്യങ്ങൾ ഉയരും. ഇക്കാലം അത്രയും ഇടതുപക്ഷത്തുറച്ചുനിന്ന മനുഷ്യർ പോലും സംശയങ്ങൾ ചോദിക്കും. ലോകം അംഗീകരിച്ച മാനദണ്ഡങ്ങളും സർക്കാർ പ്രഖ്യാപിക്കുന്ന മാനദണ്ഡങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ഉന്നയിക്കും. യഥാർത്ഥ ജീവിതത്തിൽ നേരിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെയെല്ലാം അവഹേളിച്ച് നേരിട്ടാൽ ചോദ്യങ്ങൾ ഇല്ലാതാകുമോ? മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാണ്. പച്ച നുണകളുടെ സമാഹാരമാണത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ LDF അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ 4.5 ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ്. അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ 64,000 പേരായത് മാറിയത്? തദ്ദേശ വകുപ്പ് മന്ത്രി പ്രഖ്യാപനത്തിന്റെ മാനദണ്ഡങ്ങൾ വിശദീകരിച്ചതുപോലെ തന്നെ വിയോജിപ്പുകൾ വിശദീകരിച്ച് പ്രതിപക്ഷ നേതാവും ജനങ്ങൾക്ക് മുന്നിലെത്തി. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. CPMന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ 4.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ്. ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ 4.5 ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ 64,000 ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ്? കേരളത്തിൽ ഇപ്പോൾ AY വിഭാഗത്തിൽ എത്ര കാർഡുള്ളതെന്നറിയോ? 5,95,800 പേരുണ്ട്. ദരിദ്രരിൽ അതിദരിദ്രം കേരളത്തിലുണ്ട് 5,90,000 പേര്. അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ രാഷ്ട്രീയ വിരോധം ആരോപിക്കാൻ എളുപ്പം സാധിക്കും. പക്ഷേ ദാരിദ്ര്യത്തിന് പല പല മാനദണ്ഡം സർക്കാർ തലങ്ങളിൽ തന്നെ നിലനിൽക്കുമ്പോൾ ഈ പ്രഖ്യാപനം ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. ഈ ഔദ്യോഗിക പ്രഖ്യാപനം ഭാവിയിൽ കേന്ദ്രത്തിന്റെ ക്ഷേമ പദ്ധതികളിൽ അർഹരായ കേരളീയരെ ബാധിക്കുമോ എന്നതടക്കം വ്യക്തമായ ഉത്തരം കിട്ടേണ്ട ചോദ്യമാണ്. നോക്കൂ, AY പദ്ധതിയുടെ ആനുകൂല്യം കിട്ടണമെങ്കിലും വേറെ ഏത് ആശ്രയ പദ്ധതിയുടെ ആനുകൂല്യം കിട്ടണമെങ്കിലും ബേസിക് ഡോക്യുമെന്റ് വേണ്ടേ? റേഷൻ കാർഡ് വേണം, വോട്ടർ ID കാർഡ്, ഏതെങ്കിലും രേഖ അല്ലെങ്കിൽ ആധാർ കാർഡ് വേണം. ഒരു പദ്ധതിയുടെയും ആനുകൂല്യം ഇന്നുവരെ കിട്ടാത്ത, ഒരു ക്ഷേമ പദ്ധതികളിലും സ്പർശിക്കാത്ത വിഭാഗങ്ങളെയാണ് അതിദരിദ്രരായിട്ട് കണ്ടത്. ഏറ്റവും അടിസ്ഥാന മാനദണ്ഡം മറ്റൊരു ക്ഷേമ പദ്ധതിയിലും അംഗമല്ല എന്നതാണെന്ന് മന്ത്രി പറയുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉയരും. സമൂഹമെന്ന നിലയിൽ കേരളത്തിന്റെ പുരോഗമനത്തിൽ ഒന്നിച്ചു നിൽക്കുകയും ജനാധിപത്യ സംവാദങ്ങളിലെല്ലാം നിരന്തരം പങ്കാളികളാവുകയും ചെയ്ത സാമൂഹ്യ പ്രവർത്തകരും അനുഭവ സമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ ചോദ്യമുന്നയിക്കുന്നത് മഹാപാപമായിരിക്കുന്നു കേരളത്തിൽ. ഒരു സംഘം വിദഗ്ധരുടേതെന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ ശ്രദ്ധയപ്പെടുകയുണ്ടായി. രാഷ്ട്രീയ ലക്ഷ്യമാണ് കാണുന്നത്. ഈ ചോദ്യങ്ങളിൽ മുഴുവൻ കാണുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. എനിക്ക് ബഹുമാന്യരായ വിദഗ്ധരോടും വിനീതമായിട്ട് പറയാനുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങളെ ഇത്രമാത്രം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പാടില്ല. അതൊരു പ്രചാരവേലയാക്കുന്നതും അസ്വീകാര്യമാണ്. രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളായി മാറുന്നതും അസ്വീകാര്യമാണ് എന്ന് വിനീതമായിട്ട് ഞാൻ പറയട്ടെ. ഏത് ജനാധിപത്യ സംവാദത്തിലും പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാന മര്യാദയാണ് ചോദ്യങ്ങളെ നേരിടുക, ചോദ്യകർത്താവിനെയല്ല എന്നത്. പക്ഷേ ഇവിടെ മന്ത്രി തന്നെ ആക്ഷേപത്തിന് തിരികൊളുത്തിയതോടെ രാഷ്ട്രീയ സന്ദേശം വ്യക്തമായ സൈബർ സഖാക്കൾ ഈ മനുഷ്യരെ അപമാനിക്കാൻ
വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടു. RVG മേനോൻ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർ നേരിടേണ്ടി വരുന്ന ഭാഷയും അവഹേളനവും പിണറായി സർക്കാരിന്റെ പുതുയുഗ പിറവിയിൽ കേരളം തലകുനിച്ചു കാണുന്ന കാഴ്ചയാണ്. നേരത്തെ സിൽവർ ലൈൻ പദ്ധതിയെ ചോദ്യം ചെയ്ത സാംസ്കാരിക പ്രവർത്തകരും സമാനമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ചുരുക്കത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും മാനദണ്ഡങ്ങൾ തീരുമാനിക്കും, പ്രഖ്യാപനങ്ങൾ നടത്തും. അതിനപ്പുറം ചോദ്യങ്ങളും പാടില്ല, സംശയങ്ങളും പാടില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കെല്ലാം അസൂയയാണ്. അസൂയയെന്ന് കേട്ട് പേടിച്ച് പിന്മാറാത്തവരെ CPM അണികൾ സമൂഹമാധ്യമങ്ങളിൽ നേരിട്ട് അവഹേളിച്ച് നിശബ്ദരാക്കും. അപ്പോൾ അതിദാരിദ്ര്യം എന്താണെന്ന് തീരുമാനിച്ചു നിർവചിച്ചതുപോലെ വിദഗ്ധർ ആരാണെന്നും പിണറായി സർക്കാർ നിർവചിച്ച് പ്രഖ്യാപിക്കും. അതത്ര സങ്കീർണമായ കാര്യമൊന്നുമല്ല. സർക്കാർ എന്ത് ചെയ്താലും എണീറ്റ് നിന്ന് കൈകൊട്ടുന്നവരാണ് ഇനി കേരളത്തിലെ വിദഗ്ധർ. അവിടെയും ഒതുങ്ങാതെ എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് സ്തുതിഗീതങ്ങൾ എഴുതുന്നവർ അതിവിദഗ്ധർ. പിന്നെ മുഖ്യമന്ത്രി രാഷ്ട്രീയ ധാർഷ്ട്യം കാണിച്ച് സംഘപരിവാർ പദ്ധതികളുമായി ഒത്തുതീർപ്പാകുമ്പോൾ അതിനെ പുകഴ്ത്തണം. CPI കടുപ്പിച്ച് ഗത്യന്തരമില്ലാതെ പിണറായി പിന്മാറിയാൽ ഉടനെ മലക്കം മറിഞ്ഞ് അതിനും ന്യായം കണ്ടെത്തണം. അവരെ നമുക്ക് പരമവിദഗ്ധർ എന്ന് കണക്കാക്കാം. സത്യത്തിൽ അത്രയും മെയ്വഴക്കവും വൈദഗ്ധ്യവുമൊന്നും സാധാരണ വിദഗ്ധർക്കുണ്ടാകില്ല. അപ്പോൾ സർക്കാർ തന്നെ ഈ ന്യായീകരണ വിദഗ്ധരെ ഔദ്യോഗിക വിദഗ്ധരായി ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തണം. ഇനി നമുക്ക് സർക്കാരിനെ ന്യായീകരിക്കുന്ന വിദഗ്ധർ മാത്രം മതി. അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനേക്കാൾ വേഗത്തിൽ സർക്കാർ ജനാധിപത്യ അന്തരീക്ഷം തുടച്ചു നീക്കും എന്നതിന് ഇക്കഴിഞ്ഞ മാസത്തെ ഉദാഹരണങ്ങൾ തന്നെ ധാരാളമുണ്ട്. ബജറ്റിൽ പോലും ഒരുമിച്ചു കണ്ടിട്ടില്ലാത്തത്രയും ക്ഷേമ പദ്ധതികൾ ഒന്നിച്ച് മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മുൻപ്. അങ്ങനെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണെങ്കിലും ക്ഷേമ പദ്ധതികളാണല്ലോ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം. 4 കൊല്ലം മുൻപ് 2500 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കിയതടക്കമുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ തീർച്ചയായും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വലിയ സഹായമാകുന്നതാണ്. പക്ഷേ ഈ സർക്കാരാണല്ലോ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് PM ശ്രീ പദ്ധതിയിൽ വരെ ഒപ്പുവെച്ച ദൈന്യത തൊട്ടു മുൻപത്തെ ആഴ്ചയിലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഓർമ്മയുള്ളവരിൽ തീരെ ചെറിയൊരു ന്യൂനപക്ഷമെങ്കിലും എവിടെ നിന്ന് പണം കണ്ടെത്തും എന്ന് ചോദിച്ചു. തീർന്നു. അതോടെ അവരും അസൂയക്കാരും ക്ഷേമം സഹിക്കാൻ പറ്റാത്തവരുമായി. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനുള്ള ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. വളരെ വിശദമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ളതാണ് സാധാരണ ഉള്ള നടപടിക്രമം. ഇടത് സർക്കാരിന്റെ നയവും ശൈലിയും പ്രചാരണത്തിൽ കണ്ട് കേരളത്തിൽ കലാമണ്ഡലത്തെ ചാൻസലറായി നയിക്കാനെത്തിയ വിഖ്യാത നർത്തകി മല്ലിക സാരാഭായി ഇപ്പോൾ നേരിടുന്ന സൈബർ വിമർശനങ്ങൾ മാത്രം നോക്കുക. മല്ലിക സാരാഭായി ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. തന്നെ ഇടത് സർക്കാർ കൊണ്ടുവന്നത് കലാമണ്ഡലം കൂടുതൽ മികവുറ്റതാക്കാനാണെന്ന് ആത്മാർത്ഥമായി അങ്ങ് വിശ്വസിച്ചു. കലയ്ക്കുവേണ്ടി ഹൃദയപൂർവ്വം ഇടപെട്ടു. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, തിരുത്തലുകൾ ആവശ്യപ്പെട്ടു. അപ്പോൾ മല്ലിക സാരാഭായി ആരായി? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കലാമണ്ഡലത്തിന്റെ ഒരു പ്രവർത്തനത്തെ ഇപ്പോഴത്തെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. എന്നിരുന്ന നമ്മൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ എന്താ പറയുക, കലാമണ്ഡലം തുടങ്ങുമ്പോൾ തന്നെ ഒരിക്കലും ഒരു കലാമണ്ഡലത്തിന്റെ ഫോക്കസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതേ മല്ലിക സാരാഭായി മുൻപ് ആശാസമരത്തെ പിന്തുണച്ചപ്പോൾ വിലക്ക് നേരിട്ടു എന്ന് കേരളത്തോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ആശാസമരത്തോട് തന്നെ സർക്കാർ സ്വീകരിച്ചു പോന്ന നിലപാടും ഇപ്പോൾ പ്രഖ്യാപിച്ച ഓണറേറിയം വർധനയും ജനാധിപത്യം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? സർക്കാരിന്റെ ജനാധിപത്യ മാതൃകകൾ അവിടെ ഒന്നും തീരുന്നതല്ല. മെസ്സിയും അർജന്റീനയും വരും എന്ന് പറഞ്ഞ് കേരളത്തെ മുഴുവൻ പറ്റിച്ച് സർക്കാരിനെ നാണം കെടുത്തിയ സ്പോൺസർക്ക് കേരളത്തിന്റെ അഭിമാനമായ ഒരു സ്റ്റേഡിയം ഒരു മാനദണ്ഡവും പാലിക്കാതെ നവീകരിക്കാൻ കൊടുത്തു. നവീകരണത്തിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിലെ മരങ്ങളൊക്കെ വെട്ടിമാറ്റി സ്പോൺസർ ഗംഭീരമായങ്ങ് നവീകരിച്ചു. ഷെയ്ഡി ഡീൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ വ്യക്തമാക്കി. അപ്പോൾ ഈ സ്റ്റേഡിയം ഇനി പുതുക്കി പണിയാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. എല്ലാ
നിബന്ധനകളും മറികടന്നുകൊണ്ട് എല്ലാ പ്രോട്ടോക്കോളുകളും തെറ്റിച്ചുകൊണ്ടിട്ടാണ് ഈ കരാറുകാരന് ഈ സ്റ്റേഡിയം പണിയാൻ കൊടുത്തത്. ഈ ചോദ്യങ്ങളോട് ഇനി നമ്മുടെ കായിക മന്ത്രിയുടെ ജനാധിപത്യ ബോധം കാണാം. ഇത് നവംബറിൽ നടത്താനാണ് നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടി ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ഇതിന്റെ ഞാനൊരു തർക്കത്തിനില്ല. നിങ്ങൾ തോന്നുന്ന മാതിരി പറയണ ഉത്തരം പറയാൻ എന്റെ ജോലിയല്ല. ചോദ്യം ചോദിക്കുകയും സർക്കാരിന്റെ കായിക ശോഭ കെടുത്തുകയും ചെയ്ത പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കടന്നതിന് കേസും എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റേഡിയം റിനോവേഷൻ നടത്തി പരിചയമില്ലാത്ത, ഒരു തരത്തിലും ഇന്ത്യയിലോ നമ്മുടെ സംസ്ഥാനത്തോ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ഒരു പ്രവർത്തന പരിചയമില്ലാത്ത ഒരു സ്പോൺസറെ ഈ സർക്കാരിന് എവിടെ നിന്നാണ് കിട്ടിയത്? മന്ത്രിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? കേരളത്തിന്റെ സ്റ്റേഡിയം, പൊതുസ്വത്തായ ഭൂമി, സൗകര്യങ്ങൾ ഇതൊക്കെ തോന്നിയതുപോലെ സ്പോൺസർക്ക് കൊടുക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടാൽ മന്ത്രിയും പിന്നെ മറുപടി പറയണ്ട, GCDAയും മറുപടി പറയണ്ട. പകരം ചോദ്യം ചോദിക്കുന്നവർ മറുപടി പറയട്ടെ. ഇതൊക്കെ പോട്ടെ, PM ശ്രീ മരവിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഇനിയെല്ലാം മറന്നേക്കാൻ ആവശ്യപ്പെട്ട് പരാജിതനായി പിന്മാറേണ്ടി വന്ന മുഖ്യമന്ത്രി എന്താണ് സംഭവിച്ചതെന്ന് കേരളത്തോട് പറഞ്ഞു. ദുരൂഹമായ കരാർ ഒപ്പുവെക്കലിൽ എന്തെങ്കിലും വിശദീകരണം കേരളത്തിന് കിട്ടിയോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇപ്പോൾ വിശദീകരണം നൽകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വിശദീകരണം ഇല്ലാത്തതുകൊണ്ടല്ല, ഇപ്പൊ ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. ഭരണാധികാരികളുടെ വീരവാദം സഹിക്കുക എന്നതും ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ ജനാധിപത്യത്തിന്റെ ചോദ്യങ്ങൾക്ക് വീരവാദങ്ങൾ മറുപടിയാകില്ല. ജനാധിപത്യം ഒരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ചോദ്യം ചോദിക്കുന്നവരെ ആൾക്കൂട്ട ആക്രമണം കൊണ്ട് നേരിടുന്നത് ജനാധിപത്യമല്ല. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്താനുള്ള ആഡംബര ചടങ്ങിന് 1.5 കോടി ചെലവ് എന്നറിയുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന സമ്മിശ്ര വികാരം ചോദ്യങ്ങളായൊക്കെ പുറത്തുവരും. ന്യായീകരണത്തിന്റെ മാരകമായ അവസ്ഥാന്തരങ്ങൾക്കും പരിഹരിക്കാനാകാത്ത ചില ചോദ്യങ്ങൾ മനുഷ്യർക്കുണ്ടാകും. കാരണം രാഷ്ട്രീയ അടിമത്തം ബാധിച്ചിട്ടില്ലാത്ത മനുഷ്യർ തലച്ചോറിനെ ആശ്രയിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായ ചോദ്യങ്ങൾ ഉയർന്നുവരും. ആർപ്പ് വിളിക്കുന്ന ആരാധകർ മാത്രമുള്ള നിശബ്ദ വിപ്ലവം ഇപ്പോഴും കേരളത്തിൽ നടപ്പായിട്ടില്ല എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം ദയവായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക.